അതിൽ രസമുള്ളൊരു കഥ ഉണ്ട്. പണ്ട് കാട്ടിലെ രാജാവ് സിംഹത്തിന് തോന്നി എന്നെന്തോ ഒന്ന് മണക്കുന്നുണ്ട് തോന്നി. അപ്പോൾ സിംഹം ചെന്നിട്ട് ചോദിച്ചു, പിന്നെ ആദ്യം മാനിൻ്റെ അടുത്താണ് ചോദിക്കണത്, എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടോ? അപ്പോൾ മാനിങ്ങനെ മണത്തിട്ട് പറഞ്ഞു, ആ ഭയങ്കര ചീത്ത മണമുണ്ടല്ലോ. അപ്പോൾ സിംഹത്തിന് ദേഷ്യം പിടിച്ചു, മാനിനെ അപ്പം തന്നെ കൊന്ന് അതിനെ തിന്ന്. പിന്നെ സിംഹം പിന്നെ ഇങ്ങനെ നടന്നു ചെന്നിട്ട് കുരങ്ങൻ്റെ അടുത്ത് ചെന്ന് കുരങ്ങനോട് ഇതേ ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും മോശം സ്മെല്ലുണ്ടോ? അപ്പോൾ കുരങ്ങനെ അറിയാം മാനിനെ സംഭവിച്ചത് എന്താണെന്നുള്ളത്. കുരങ്ങൻ പറഞ്ഞു, ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ, നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം ഇവൻ നുണ പറയാണെന്ന് മനസ്സിലാക്കിയിട്ട് സിംഹം അവനെയും കൊന്നു. പിന്നെ സിംഹം ഇങ്ങനെ നടന്നു ചെന്നിട്ട് കുറുക്കൻ്റെ അടുത്തെത്തി. കുറുക്കനോട് ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. കുറുക്കൻ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് മൂക്കിന് വലിയ സുഖമല്ല, മണമൊന്നും കിട്ടുന്നില്ല, ജലദോഷമാണ്, വേറെ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് ചോദിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം അവനെ ഒഴിവാക്കി പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലും പല സംഗതികളും പല പ്രശ്നങ്ങളും ഉണ്ടാകും. പല ആളുകളും നമ്മളോട് പല വിഷയങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കും. അപ്പോൾ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞ് തലവേദന നമ്മൾ ഏറ്റെടുക്കേണ്ട, പ്രശ്നത്തിൽ ചെന്ന് ചാടേണ്ട എന്നുള്ളതാണ്. ചിലതിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലത്.